ഹലോ മക്കളെ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ IT ക്വിസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട്ബുക്കിലൊക്കെ എഴുതിയെടുത്ത് പഠിക്കാവുന്നതാണ്. നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് വളരെയധികം കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് കുറേയധികം ചോദ്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. നേരെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകുന്നു. നോക്കാം, ചിലതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ഫെമിലിയർ ആയിരിക്കും. ഇന്ന് നമ്മൾ പൂർണ്ണമായും നോക്കുന്നത് ഫോട്ടോസ് ഇമേജസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്ന ഭാഗം ഏതാണ്? കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗം ഏത്? ബ്രെയിൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇതാണ് ആ ഒരു ബ്രെയിൻ എന്നുള്ള ഭാഗം. എന്താണ് ഉത്തരം? യെസ്, തീർച്ചയായും CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യം, WWW അല്ലേ? നിങ്ങൾ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ട ഒരു വേർഡ് ആയിരിക്കും WWW. ഓക്കെ, എന്താണ് WWWയുടെ പൂർണ്ണമായ രൂപം? ഉത്തരം നോക്കിയാലോ? യെസ്, വേൾഡ് വൈഡ് വെബ് എന്നാണ് WWWയുടെ. നിങ്ങൾ www. എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുക, നമ്മളെല്ലാം സെർച്ച് ചെയ്യാറുള്ളത് അല്ലേ? അടുത്ത ചോദ്യം, അണ്ടോ. ഓക്കെ, അണ്ടോ ഉണ്ട്, റെഡോ ഉണ്ട്. അപ്പോൾ നമ്മൾ കൺട്രോൾ ഒപ്പം ഏത് ഉപയോഗിച്ചിട്ടാണ് അണ്ടോ കീ? ഓക്കെ, അണ്ടോ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ കോമ്പിനേഷൻ ഏത്? അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ കുറച്ചെണ്ണം കൂടി പഠിച്ചേക്കണം. കൺട്രോൾ Z ആണ് അണ്ടോക്ക് ഉപയോഗിക്കുന്നത്. അതേപോലെ കൺട്രോൾ V എന്താണ്? ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി തരണം കേട്ടോ. കൺട്രോൾ V, അതേപോലെ കൺട്രോൾ X, അങ്ങനെ കുറേ കീകളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കീകൾ എന്ത് ചെയ്യുക, ഒന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇത് പേസ്റ്റാണ്, ഇത് കട്ടാണ്. ഇനി കൺട്രോൾ A എന്ന് പറഞ്ഞാൽ എന്താണ്? സെലക്ട് ഓൾ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് നിങ്ങൾക്ക് അറിയുന്നത് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബാക്കിയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്തോട്ടെ, ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ. മോണിറ്റർ ഏത് തരത്തിലുള്ള ഡിവൈസാണ്? മോണിറ്റർ, ഇതാണ് നമ്മുടെ മോണിറ്റർ. ഇതാണ് നമ്മളെ പുറത്തോട്ട് അല്ലേ, അതായത് നമ്മൾ കുറച്ചുകൂടി പഠിക്കുന്നുണ്ട് കേട്ടോ ആ രീതിയിലുള്ള ടൈപ്പിനെ പറ്റിയിട്ട്. അപ്പോൾ മോണിറ്റർ ഏത് ടൈപ്പാണ്? അത് നമുക്ക് പുറത്തോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റിയ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് മോണിറ്റർ. അതേപോലെ മോണിറ്റർ മാത്രമല്ല, പ്രിൻ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. കമ്പ്യൂട്ടർ GPS ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. പ്രൊജക്ടർ, സ്പീക്കർ, ഹെഡ്ഫോണ്, വീഡിയോ കാർഡ്, സൗണ്ട് കാർഡ്, ഇതൊക്കെ എന്താണ്? ഒരു ഔട്ട്പുട്ട് ഡിവൈസിന് എക്സാമ്പിളാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇമെയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇമെയിൽ എന്നതിൻ്റെ ചുരുക്കം, അതായത് ഇമെയിൽ എന്തിൻ്റെ ചുരുക്കമാണ്? എന്താണ്? മെയിൽ തന്നെയാണ്. എന്ത് തരം മെയിലാണ്? യെസ്, ഇലക്ട്രോണിക് മെയിൽ. ഓക്കെ, ഇലക്ട്രോണിക് മെയിലാണ് നമ്മുടെ ഇമെയിൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇനി മൗസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മൗസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. മൗസിൽ ഇടത് ബട്ടൺ നോക്കുക, ഇടത് ബട്ടൺ അമർത്തുന്നത് സാധാരണ എന്തിനു വേണ്ടിയിട്ടാണ്? ഇടത് ബട്ടൺ ഉണ്ട്, അതേപോലെ എന്താണ്, വലത് ബട്ടൺ ഉണ്ട്. ഇത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്യാനാണ്. ഞെക്കാനൊന്നും എഴുതി വെക്കരുത്, സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ ഗൂഗിൾ, നമുക്കറിയാവുന്ന ഏറ്റവും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഗൂഗിൾ അല്ലേ? ഗൂഗിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു സെർച്ച് എഞ്ചിനാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഗൂഗിൾ കമ്പനിയുടെ സ്ഥാപകൻ ആരാണ്? ഓർത്ത് വയ്ക്കുക, ലാരി പേജ് ആൻഡ് സെർജി ബ്രിൻ. നിങ്ങൾ കേട്ട ഇമ്പോർട്ടൻ്റ് പേര് എന്തായിരിക്കും? ലാരി പേജ് ആയിരിക്കും അല്ലേ? ലാരി പേജ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ലാരി പേജും സെർജി ബ്രിൻ രണ്ട് പേരുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. അല്ലേ? കേരളത്തിലെ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഏത് നഗരത്തിലാണ് കേരളത്തിലെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്? യെസ്, ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ. ഏതാണ്? യെസ്, ഉത്തരം തിരുവനന്തപുരത്താണ് ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയല്ല, ടെക്നോ പാർക്ക് വ്യത്യസ്തമാണ്. സോ ദെൻ ലിബ്രെ ഓഫീസ് കാൽക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ലിബ്രെ ഓഫീസ് കാൽക്ക്, ലിബ്രെ ഓഫീസ് ഇംപ്രസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ കാൽക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടെക്സ്റ്റ് പ്രോസസ്സിംഗ് ആണോ?
ഇമേജ് എഡിറ്റിംഗ് ആണോ, പ്രോഗ്രാമിംഗ് ആണോ, സ്പ്രെഡ്ഷീറ്റ് നിർമ്മിക്കാനാണോ? നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റുന്ന ഒരു ഉത്തരവാണ് സ്പ്രെഡ്ഷീറ്റ് നിർമ്മിക്കാൻ. അതായത് അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പട്ടികകൾ, കണക്കുകൾ കൂട്ടാനൊക്കെ എന്ത് ചെയ്യും, നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ലിബ്രെ ഓഫീസ് കാൽക്ക് യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ കേട്ടോ. ഇനി ഇപ്പോൾ നിരന്തരമായിട്ടും ചോദിക്കുന്ന ഒരു സാധനമാണ് AI ബന്ധപ്പെട്ട്. AI നിരന്തരം ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ AI പൂർണ്ണമായ രൂപം എന്താണ്? AI എന്താ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓർത്ത് വയ്ക്കുക. ദെൻ അടുത്ത ചോദ്യം, ഫിഷിംഗ് എന്നാൽ എന്താണ്? ഫിഷിംഗ് ഓർത്ത് വയ്ക്കുക. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ടഫായിട്ട് വരുന്നുണ്ടാവാം. ഫിഷിംഗ് എന്നാൽ എന്താണ്? കമ്പ്യൂട്ടറിൻ്റെ വേഗം കൂട്ടുന്ന പ്രക്രിയയാണോ, വ്യാജ ഇമെയിൽ വെബ്സൈറ്റ് വഴി വ്യക്തിഗത വിവരങ്ങൾ വഞ്ചിച്ച് പിടിക്കലാണോ, കമ്പ്യൂട്ടറിലെ വൈറസ് നീക്കം ചെയ്യലാണോ, മൊബൈൽ ഫോണിൻ്റെ മെമ്മറി വർദ്ധിപ്പിക്കണം എന്നൊക്കെ കഴിഞ്ഞ ഒരു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഫയർവാൾ എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഫയർവാൾ എന്താണ്? കമ്പ്യൂട്ടറിൽ ഫയർവാൾ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, വ്യാജ ഇമെയിൽ വെബ്സൈറ്റ് വഴി വ്യക്തിഗത വിവരങ്ങൾ വഞ്ചിച്ച് പിടിക്കൽ, അല്ലെങ്കിൽ എന്താണ് വ്യക്തിഗത വിവരങ്ങൾ കണ്ടുപിടിച്ച് അവരെ ചതിക്കൽ, പറ്റിക്കലാണെന്ത്? ഫിഷിംഗ് എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ കേരള വിദ്യാഭ്യാസ ടെലിവിഷൻ ചാനൽ ഏതാണ്? കേരളത്തിലെ വിദ്യാഭ്യാസ ടെലിവിഷൻ ചാനൽ ഏതാണ്? അപ്പോൾ ഇങ്ങനെ നിരവധിയായ ചാനലുകളുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് ഉണ്ട്, കൈരളി ഉണ്ട്, അമൃത ഉണ്ട്, ഇന്ത്യ വിഷൻ ഉണ്ട്, മാതൃഭൂമി ഉണ്ട്, കൈരളി ഉണ്ട്, മനോരമ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതിൽ ഇതിൽ ആ പേര് കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ളതിൽ ഏതാണ് കേരള വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടെലിവിഷൻ ചാനൽ? ഉത്തരം വിക്ടേഴ്സ്. വിക്ടേഴ്സ് ചാനലാണ് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ചിത്രം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ചുവടെ കാണുന്ന ചിത്രം ഏത് കമ്പ്യൂട്ടർ ഘടകത്തെ അല്ലെങ്കിൽ കോമ്പോണൻറ്റിനെ സൂചിപ്പിക്കുന്നത്? ഹാർഡ് ഡിസ്ക് ആണോ, പ്രോസസ്സർ? ചിലപ്പോൾ ചെറിയ വ്യത്യാസത്തിൽ നിങ്ങൾക്ക് സംശയം തോന്നാം. ഹാർഡ് ഡിസ്ക് ആണോ, പ്രൊസസ്സർ ആണോ, റാം ആണോ? അതായത് റാൻഡം ആക്സസ് മെമ്മറി ആണോ? റാമും റോമും ഉണ്ട് കേട്ടോ, റാം ആൻഡ് റോം ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങളത് ചിലപ്പോൾ എന്ത് മാറിപ്പോവാം. പെൻഡ്രൈവ് ആണ്, നമുക്കറിയാം ഇതെന്താണ്, റാം ആണ്. ഓക്കെ, റാൻഡം ആക്സസ് മെമ്മറി ആണ് റാം. ഓക്കെ, റീഡ് ഓൺലി മെമ്മറി ഉണ്ട്, അത് റോം ആണ്. ദെൻ അടുത്ത ചോദ്യം, ഫയർവാൾ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ള ചോദ്യം കൂടിയാണ്. എന്താണ് ഫയർവാളിൻ്റെ പ്രധാന ഉദ്ദേശം? കമ്പ്യൂട്ടറിൽ എന്തിനാണ് ഫയർവാൾ? കമ്പ്യൂട്ടറിൻ്റെ വേഗത കൂട്ടാൻ, അനധികൃത ആക്സസ് തടയുകയും സുരക്ഷിത ഡാറ്റ മാത്രം പ്രവേശിപ്പിക്കുകയും ചെയ്യാൻ, ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ സഹായിക്കാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ 4 ഏതാണ് ഫയർവാളിൻ്റെ ഉദ്ദേശം? ഓക്കെ, നമുക്കറിയാം അനധികൃത ആക്സസ് തടയുകയും സുരക്ഷിത ഡാറ്റ മാത്രം പ്രവേശിപ്പിക്കുകയും ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫയർവാൾ. ഇത് കണ്ടോ, ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബാക്കിയുള്ള നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അനധികൃതമായിട്ടുള്ള ആരെങ്കിലും ആക്സസ് തടയാനും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഫയർവാൾ ഹെൽപ്പ് ചെയ്യുന്നത്. PDF പൂർണ്ണ രൂപം നമുക്കറിയാം എന്താണ്, പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് ആണ്. ഓക്കെ, പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ഇത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. എന്താണ്, ആരാണ് ഈ വ്യക്തി? ആരാണ്? യെസ്, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ബ്ലൂടൂത്ത് ഡിവൈസാണ്. പണ്ടൊക്കെ നമ്മൾ നല്ലോണം ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ ചില ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ചുരുങ്ങിയിട്ടുണ്ട് ബ്ലൂടൂത്ത്. ഇതിലൊക്കെയാണ് ഇപ്പോൾ മ്യൂസിക് കേൾക്കാനൊക്കെ അതിലേക്ക് എന്ത് ചെയ്തു, ബ്ലൂടൂത്ത് ചുരുങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ചെയ്യുവാൻ. കമ്പ്യൂട്ടർ സ്ക്രീനിനെ എന്ത് വിളിക്കുന്നു? കമ്പ്യൂട്ടർ സ്ക്രീനിനെ വിളിക്കുന്ന പേര്? ഉത്തരം മോണിറ്റർ. നമ്മൾ ഫസ്റ്റത്തെ ഒരു 4 ചോദിച്ചൊരു ഭാഗമാണ് കേട്ടോ. ദെൻ നമ്മൾ പറഞ്ഞു WWW എന്താണെന്ന് പറഞ്ഞു, വേൾഡ് വൈഡ് വെബാണ്. എന്നാൽ ഈ WWW കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം സർ ടിം ബേർണസ്-ലീ. ഓക്കെ, ടിം ബേർണസ്-ലീ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആൾക്കാരൊക്കെ ഈ ഒരു മുഖം എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇത് ഫുട്ബോൾ പരിശീലനമൊന്നുമല്ല, ഓർത്ത് വയ്ക്കുക. ദെൻ മെറ്റാവേഴ്സ്. ചില പേരുകളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിൽ കാണണം കേട്ടോ. മെറ്റാവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രഹത്തിൻ്റെ പേര്, ഡിജിറ്റൽ ലോകം, അതായത് വെർച്വലും ഓഗ്മെൻറ്റ് റിയാലിറ്റിയും ഇൻ്റർനെറ്റും ഒക്കെ ബന്ധപ്പെട്ടുള്ള ആ ഡിജിറ്റൽ ലോകത്തെ പറഞ്ഞ പേരാണ്. പുതിയൊരു മൊബൈൽ ബ്രാൻഡാണ്, പുരാതന കാലത്തെ ഒരു സംസ്കാരമാണ് മെറ്റാവേഴ്സ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക നിങ്ങൾ കൃത്യമായിട്ട്.
വെർച്വൽ ഓഗ്മെന്റ് റിയാലിറ്റിയും ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ ലോകത്തെ പറയുന്ന പേരാണ് മെറ്റാവേഴ്സ്. ഓക്കെ, മെറ്റ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്താ മെറ്റ? എസ്, അത് നിങ്ങൾ വാട്സപ്പും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ദെൻ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് KFONന്റെ ഉദ്ദേശം എന്താണ് ആ പദ്ധതിയുടെ ഉദ്ദേശം എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സൗജന്യമായി കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് നൽകാൻ വേണ്ടിയിട്ടാണ് ഇത് KFON നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഇനി 1-2 ടൈം ബ്രേക്കർ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ കൊടുത്ത കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് നോക്കാം. ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് വഴി സാധാരണയായി ചെയ്യുന്നതാണ് ക്ലൗഡ് സ്റ്റോറേജ് സർവീസ്. ഭക്ഷണം പാചകം ചെയ്യുക, ഫയലുകൾ ഇന്റർനെറ്റ് വഴി സുരക്ഷിതമായി സൂക്ഷിക്കുക, വാഹനങ്ങൾ ഓടിക്കുക, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. ഇതൊക്കെ സിമ്പിളാണ്. ഫയലുകൾ ഇന്റർനെറ്റ് വഴി സുരക്ഷിതമായി സൂക്ഷിക്കാനാണ് എന്തെന്ന് ക്ലൗഡ് സ്റ്റോറേജ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കി വയ്ക്കുക. ദെൻ QR കോഡ് സ്കാൻ ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത്? എന്ത് വേണം? സിമ്പിളായിട്ട് നമുക്ക് പറയാൻ എന്താണ്, ഒരു സ്മാർട്ട് ഫോൺ മതി. ഓക്കെ, സ്മാർട്ട് ഫോൺ ക്യാമറ മതി നമുക്ക് എന്ത് ചെയ്യാൻ QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ QR കോഡ് എന്താണെന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താഴെ പറയുന്നതിൽ ഏതാണ് IoT ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഉദാഹരണം? സ്മാർട്ട് വാച്ച്, ട്രാഫിക് സിഗ്നൽ സെൻസർ, സ്മാർട്ട് ഹോം ലൈറ്റിംഗ് സിസ്റ്റം, മുകളിലെ എല്ലാം. അപ്പോൾ ഇതൊക്കെ IoTയുമായി ബന്ധപ്പെട്ട ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതാണ്. IoT എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണം സ്മാർട്ട് വാച്ചാണ്, ട്രാഫിക് സിഗ്നൽ സെൻസറാണ്, സ്മാർട്ട് ഹോം ലൈറ്റിംഗ് സിസ്റ്റമാണ്. ഇതൊക്കെയാണ് അപ്പോൾ മുകളിൽ പറഞ്ഞവ എല്ലാം. ഓക്കെ, അടുത്ത ചോദ്യം. നമ്മൾ പറഞ്ഞു ഡ്രോൺ സാധാരണയായി എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? ഡ്രോൺ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഒരു റിമോട്ട് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിമോട്ട് സെൻസർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡ്രോൺ നിയന്ത്രിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരാണ്? ചാൾസ് ബാബേജ്, അലൻ ട്യൂറിംഗ്, എഡ ലവ്ലേസ്, അതേപോലെ ജോൺ വോൺ ന്യൂമാൻ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോകും, ചാൾസ് ബാബേജിലോട്ട് പോകും. കാരണം ആദ്യത്തെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാക്കി വേറെ വായിക്കൂല, പ്രോഗ്രാമർ എന്നുള്ള വായിക്കൂല. അപ്പോൾ ഓർത്ത് വയ്ക്കുക, എഡ ലവ്ലേസ്. ഓക്കെ അല്ലേ. ദെൻ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കാരണം നിങ്ങൾക്ക് നിരവധിയായ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ഇവിടെ ലഭിക്കും. സോ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.